കെ വി എസ് ഹരിദാസ്, തുറന്നു പറയണം, പത്മജ വേണുഗോപാൽ എന്ന ബി ജെ പിക്കാരിയായ രാഷ്ട്രീയ നേതാവിനെ കൊണ്ട് എന്താണ് നിങ്ങൾക്ക് ഗുണം? എന്ത് ഇമ്പാക്റ്റാണ് അവർക്ക് കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയുക? സ്മൃതി, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഞാൻ ആദ്യം എൻ്റെ ഫസ്റ്റ് റൗണ്ടിൽ ഞാനൊരു കാര്യം സൂചിപ്പിക്കാൻ ശ്രമിച്ച സമയത്താണ് സ്മൃതി പരസ്യത്തിലേക്ക് പോയത്. സ്മൃതി നടത്തിയ ഒരു നിരീക്ഷണമുണ്ട്. പത്മജ പാർട്ടിയിൽ ചേർന്നത് കേന്ദ്ര നേതൃത്വം മുൻകൈയെടുത്തിട്ടാണ്. കേരളത്തിലെ നേതാക്കന്മാർ അറിഞ്ഞില്ല. സുരേഷ് ഗോപി ബി ജെ പിയില് സ്മൃതിക്ക് അതിന്റെ സുരേഷ് ഗോപി വഴിയാണ് എന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. അല്ല, പറഞ്ഞ കേൾക്കൂ. കേരളത്തിൽ നിന്ന് ഒരാൾ ബി ജെ പി ചേരുന്നുണ്ടെങ്കിൽ കേരളത്തിലെ സംസ്ഥാന നേതൃത്വത്തെ വിശ്വാസത്തിലെടുത്തിരിക്കും. ബി ജെ പിയുടെ സംഘടനാ ശൈലി അതാണ്. അത് ഡൽഹിയിൽ പോയി ചേർന്നാലും പാറ്റ്നയിൽ പോയി ചേർന്നാലും എവിടെ വെച്ച് ചേർന്നാലും ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം അറിഞ്ഞിട്ടാണ് ആ തീരുമാനങ്ങൾ എടുക്കുക. കേരളത്തിന്റെ പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ, അദ്ദേഹം ഇന്നലെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അതെ, ഈ പദയാത്രയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദ ഗാനത്തിലൊക്കെ ജാവ്ദേക്കർ പറഞ്ഞ വ്യത്യസ്ത സ്വരം നമ്മൾ കേട്ടതാണല്ലോ. ഇവിടെ കെ സുരേന്ദ്രൻ ഒരു കാര്യം പറയുന്നു, ജാവ്ദേക്കർ മറ്റൊന്ന് പറയുന്നു. എന്തിനാ സ്മൃതി ആവശ്യമില്ലാത്ത ചർച്ചകളിലേക്ക് പോകുന്നേ? നിങ്ങൾക്ക് അതിനെ കുറിച്ചൊരു ധാരണയില്ലാത്തതുകൊണ്ട് അടുത്ത് നിന്ന് കണ്ട ഒരാളാണ്. അല്ല, പ്രകാശ് ജാവ്ദേക്കർ എന്താ പറഞ്ഞേ? സുരേന്ദ്രൻ എന്താ പറഞ്ഞേ? രണ്ടുപേരുടെ എന്ത് വ്യത്യാസം ഉണ്ടായിരുന്നു? ഒരബദ്ധമാണ്, നടപടി എടുക്കേണ്ട കേസാണ്. പക്ഷെ കെ സുരേന്ദ്രൻ പറഞ്ഞ നടപടി എടുക്കേണ്ട കേസാണ്, ദുർദ്ദേശം ഗൂഢാലോചനയുണ്ട് എന്ന് കെ സുരേന്ദ്രനും പറയുന്നു. ഞാൻ രണ്ടും കേട്ടു. അത് നിങ്ങൾ കൊടുത്തിട്ടുള്ള വാർത്തയായിരിക്കും. സുരേന്ദ്രൻ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. സുരേന്ദ്രൻ ശ്രീ കെ വി എസ് ഹരിദാസ്, താങ്കൾ വിചാരിക്കാത്തതും നമ്മൾ കേട്ടതും വ്യത്യാസമുണ്ടെന്നേ. അതുപോട്ടെ, ഇത് പറഞ്ഞോളൂ. കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ചെയ്ത കാര്യം കേന്ദ്ര നേതൃത്വം സംസ്ഥാനത്തെ വിശ്വാസത്തിൽ എടുക്കാതെ ഒരു കാര്യവും നടക്കില്ല ബി ജെ പിയിൽ. അതാണ് ബി ജെ പിയുടെ ഒരു സംഘടനാ രീതി. അതിലിപ്പോ മാധ്യമപ്രവർത്തകർക്ക് അതിനെക്കുറിച്ച് ധാരണയില്ലെങ്കിൽ എനിക്ക് വേറൊന്നും പറയാനില്ല. എല്ലാ പാർട്ടിയിലെയും ഉള്ളിൽ നടക്കുന്ന ചർച്ചകൾ എന്ന പോലെ ബി ജെ പിയുടെ കാര്യങ്ങളും പുറത്തേക്ക് അറിയാറുണ്ടല്ലോ ശ്രീ കെ വി എസ് ഹരിദാസ്. ഇവിടുന്ന് ഒരു ലിസ്റ്റുമായിട്ട് സംസ്ഥാന നേതൃത്വം ഡൽഹിക്ക് പോയപ്പോഴും തിരുവനന്തപുരത്തെ കാര്യം ഞങ്ങൾ ഇവിടെ തീരുമാനിച്ചോളാം എന്ന് പറയുന്നു, പ്രധാനപ്പെട്ട പല മണ്ഡലങ്ങളിലെയും തീരുമാനം ഞങ്ങൾ ഇവിടെ എടുത്തോളാം എന്ന് പറയുന്നു. ആ രൂപത്തിൽ കേന്ദ്ര നേതൃത്വം കൃത്യമായ തീരുമാനങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞ കാര്യങ്ങളാണ്. ഇനി അതിൽ തന്നെ നിൽക്കേണ്ടതില്ല. പത്മജ വേണുഗോപാൽ എന്ന രാഷ്ട്രീയ നേതാവിനെ കൊണ്ട് ബി ജെ പിക്ക് എന്ത് ഗുണമെന്ന് വിസ്തീരിച്ചാൽ കൊള്ളാം. നമ്മുടെ സമയക്കുറവുള്ളതുകൊണ്ടാണ്. ഒരു മിനിറ്റ് ഞാൻ അതിനു മുമ്പ് ലിജു പറഞ്ഞൊരു കാര്യം സൂചിപ്പിച്ചിട്ട് അതിലേക്ക് വരാം. അപ്പൊ ലിജു പറഞ്ഞത് എന്താ? മക്കൾ രാഷ്ട്രീയം തലവേദനയാണ്, വംശാധിപത്യം തലവേദനയാണ്. അങ്ങനെയുള്ളവരാണ് ഇപ്പൊ പാർട്ടി വിട്ടു പോകുന്നത്. ലിജുവിന്റെ പാർട്ടിയുടെ പാരമ്പര്യം എന്താ സ്മൃതി? ഇങ്ങനെ ഒരു കുടുംബ പാർട്ടി വേറെയുണ്ടോ ഈ രാജ്യത്ത്? അച്ഛൻ, മകൻ, മരുമകള്, മക്കള്, അങ്ങനെ ഒരു പാർട്ടിയുടെ നേതാവ്. എനിക്ക് തോന്നുന്നു ചിലപ്പോ ലിജു തള്ളി പറഞ്ഞത് ഈ കുടുംബാധിപത്യത്തെ തന്നെയായിരിക്കും. അങ്ങനെ വന്ന നേതാക്കളെ നിങ്ങൾ സ്വീകരിക്കരുത്. നിങ്ങൾ എങ്ങനെയാണ് അവരെ ചുവപ്പ് പരവതാനി ഇട്ട് സ്വീകരിക്കുന്നത്? അങ്ങനെ വന്ന നേതാക്കളെ ജ്യോതിരാദിത്യ സിന്ധ്യ തൊട്ട് ഞങ്ങള് ഞങ്ങളുടെ കൂടെ വരുന്നവരെല്ലാവരെയും സ്വീകരിക്കും. അപ്പൊ പിന്നെ പറയാൻ നിൽക്കണം. ഞങ്ങള് യോഗ്യത നോക്കിയിട്ട് തന്നെയാണ് നിശ്ചയിക്കുന്നത്. എന്താണ് യോഗ്യത? പത്മജയുടെ യോഗ്യത എന്താണ്? കരുണാകരന്റെ മകൾ. അല്ലാത്ത യോഗ്യതകളൊന്നും എണ്ണി പറയൂ. തൃശ്ശൂരിൽ 2 തവണ തോറ്റു, മുകുന്ദപുരത്ത് 1 തവണ തോറ്റു, അതാണോ പത്മജയുടെ സ്മൃതി? ഞാനൊന്ന് പറഞ്ഞോട്ടെ. സ്മൃതിക്ക് സ്മൃതിയുടെ കൺവിക്ഷൻസ് ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്ന് പത്മജ ഇന്നലെ വൈകുന്നേരം മുതൽ ബി ജെ പിയിൽ ചേരുന്നു എന്നുള്ള വാർത്ത വന്നപ്പം മുതൽ കേരളത്തിലെ കോൺഗ്രസുകാരുടെ ബേജാറ് നമ്മൾ കണ്ടില്ലേ? ഇന്നലത്തെ മുരളീധരൻ മുതൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് വരെ എടുത്ത നിലപാടുകൾ നമ്മൾ കണ്ടില്ലേ? അവർ നടത്തിയ വ്യാജ പ്രചരണം കണ്ടില്ലേ? അതൊക്കെ തന്നെ നൽകുന്ന ഒരു ക്ലിയർ മെസ്സേജ് ഉണ്ട്. കോൺഗ്രസിനകത്ത് നടക്കുന്ന കലാപം തന്നെയാണ്. കോൺഗ്രസിനകത്ത് ആർക്കും ബി ജെ പിയിലേക്ക് വരാൻ ഇനിയിപ്പോ സാധിക്കും. ആന്റണിയുടെ മകൻ വന്നു,
ലീഡറുടെ മകള് വന്നു. ഇവരെ കൊണ്ടൊക്കെ എന്താണ് ഗുണമെന്നൊന്ന് പറയാമോ ശ്രീ കെ വി എസ് ഹരിദാസ്? സുരേന്ദ്രൻ പറഞ്ഞ പോലെ ഒന്ന് പറയാമോ? ഇവരൊക്കെ രാഷ്ട്രീയത്തിൽ ഈ പറഞ്ഞ പോലെ പത്മജയുടെ സഹോദരനാണല്ലോ പറയുന്നത്, വർക്ക് അറ്റ് ഹോമിലുള്ള ഒരാൾ പോയാൽ പാർട്ടിക്ക് ഒരു ചുക്കും സംഭവിക്കില്ല എന്ന്. അതായത് ഇത്ര പദവി കൊടുത്തിട്ടും വീട്ടിലിരുന്നായിരുന്നു പ്രവർത്തനം. കെ മുരളീധരനും കെ കരുണാകരന്റെ മകൻ എന്ന നിലയ്ക്ക് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി. പക്ഷേ പിന്നീട് ഞാൻ പണിയെടുത്തു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് കേരളം കണ്ടതുമാണല്ലോ. അല്ല സ്മൃതി, ഒന്നുമില്ലെങ്കിൽ ഞാൻ സംസാരിക്കാം. നിങ്ങൾ ഇങ്ങനെ ഓരോ മിനിറ്റിലും കയറി ഇടപെടാനാണെങ്കിൽ ഞാൻ ഇവിടെ ഇത് അവസാനിപ്പിക്കാം. എനിക്ക് ഇത്തരത്തിലുള്ള നിങ്ങളുമായിട്ടുള്ള സംവാദത്തിന് എനിക്ക് താല്പര്യമില്ല. ഈ സ്മൃതിയുടെ വേ ഓഫ് തിങ്കിങ്ങും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എനിക്കതിൽ താല്പര്യമില്ല. ഞാനിവിടെ ഇത് അവസാനിപ്പിക്കാം. ഇതിൽ എനിക്ക് പറയാൻ, നിങ്ങളിപ്പോ ചോദിച്ച ചോദ്യത്തിന് മറുപടി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഒരു വാചകം പറയുമ്പോൾ നിങ്ങൾ 4 ചോദ്യങ്ങൾ ചോദിച്ചാൽ ഈ ചർച്ച കൊണ്ട് ഒരു ഫലമില്ല. അതുകൊണ്ട് കേൾക്കുന്ന പ്രേക്ഷകർക്കും ബോറടിയായിരിക്കും. ഉള്ളവര് പോലും സ്വിച്ച് ഓഫ് ചെയ്തു. ശരി, പറഞ്ഞോളൂ. പത്മജയെ കൊണ്ട് എന്താണ് ഗുണമെന്ന് പറഞ്ഞു? പത്മജ കേരളത്തില് BJP-യിലേക്ക് പത്മജ വരും എന്ന് തീരുമാനിച്ച സമയത്ത് കേരളത്തിലെ കോൺഗ്രസുകാരിലുണ്ടായ അങ്കലാപ്പില്ലേ? ആ അങ്കലാപ്പ് തന്നെയാണ് BJP-യുടെ അതിനകത്തുള്ള പ്രധാനപ്പെട്ട നേട്ടം. കോൺഗ്രസുകാരുടെ മുഴുവൻ ഞങ്ങളൊരു കാര്യം പറയാം. ഈ കഴിഞ്ഞ സുരേന്ദ്രൻ നടത്തിയ 20 പദയാത്രകളുണ്ട്. ഈ 20 പദയാത്ര വേദികളിലും 100 കണക്കിന് ആൾക്കാർ BJP ചേർന്നു. അതിൽ ബഹുഭൂരിപക്ഷം പേര് പഴയ കോൺഗ്രസ് പ്രവർത്തകരാണ്. മുസ്ലിം ലീഗിൽ നിന്ന് വന്നിട്ടുണ്ട്, കേരള കോൺഗ്രസിൽ നിന്ന് വന്നിട്ടുണ്ട്, CPM-ൽ നിന്ന് വന്നിട്ടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ പേര് വന്ന് കോൺഗ്രസിൽ നിന്നാണ്. കോൺഗ്രസിന്റെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചവര്, ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചവര്, അതുപോലെ അനവധി പണ്ട് ജനപ്രതിനിധികളായിരുന്നവര് ഉൾപ്പെടെയുള്ളവർ BJP ചേർന്നിട്ടുണ്ട്. ഞങ്ങളുടെ സംഘടന കേരളത്തിൽ അത്ര വലിയ സംഘടനയൊന്നുമല്ല. ഞങ്ങൾക്ക് ഒരുപാട് പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ഈ കോൺഗ്രസുകാരിൽ തന്നെ അവരെ തന്നെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. ഞങ്ങൾക്ക് ഒരു വലിയ പരിധി വരെ സംഘടനയെ ശക്തിപ്പെടുത്താൻ, അവരെ പ്രയോജനപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയും. അത് ഇതിനു മുമ്പ് ഡോക്ടർ KS രാധാകൃഷ്ണൻ വന്നു, പന്തളം സുധാകരന്റെ സഹോദരൻ പന്തളം പ്രതാപൻ ഞങ്ങളുടെ കൂടെ വന്നു. അങ്ങനെ അനവധി, ഡോക്ടർ പ്രമീള ദേവി വന്നു. കോൺഗ്രസിന്റെ നേതൃനിരയിൽ ഉണ്ടായിരുന്ന അനവധി പേര് ഇന്ന് ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. അവരൊക്കെ സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്നുണ്ട് BJP-യിൽ. അവരൊക്കെ സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായുണ്ട്. അതുപോലെ പത്മജയുടെ സേവനവും ഞങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും. കേരളത്തില് കോൺഗ്രസിന്റെ തകർച്ചയ്ക്കിടെ വേഗത കൂട്ടാൻ, കോൺഗ്രസിന്റെ ഇല്ലായ്മ ചെയ്യാനുള്ള പ്രവർത്തനത്തിന്റെ വേഗത കൂട്ടാൻ പത്മജയുടെ BJP-യിലേക്കുള്ള വരവിന് വഴിയൊരുക്കും എന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. അതിന്റെ ഇമ്പാക്ട് കേരളത്തിൽ മാത്രമല്ല, ദേശീയ തലത്തിൽ വരെ അതിന് വലിയ ഇമ്പാക്ട് ഉണ്ട്. കാരണം കെ കരുണാകരന്റെ മകളാണ്. കെ കരുണാകരന്റെ സാന്നിധ്യം ഇന്നും കോൺഗ്രസിന്റെ പഴയ കോൺഗ്രസുകാരുടെ മനസ്സുകളിലെങ്കിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രയോജനം കോൺഗ്രസിന് ഉണ്ടാകാൻ പോകുന്നില്ല, BJP-ക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.